സംസ്ഥാനത്തെ കുറേ വീടുകളിൽ ഇന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷം തിരികെ വരുന്ന ദിവസമാണ്. അത് SSLC +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ്. പരീക്ഷ കഴിയുന്നതിന്റെ ആഘോഷങ്ങൾ പക്ഷേ അതിരുവിടാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വളരെ കരുതലിലാണ്. സ്കൂളുകളിൽ ആഘോഷങ്ങൾ വിലക്കി സർക്കുലർ പുറത്തിറക്കി. ആഘോഷങ്ങൾ നടക്കുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടണമെന്നും നിർദ്ദേശമുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, നമ്മളൊക്കെ 10ഉം +2 ഒക്കെ പരീക്ഷ കഴിഞ്ഞപ്പോൾ വലിയ ആഘോഷങ്ങളൊക്കെ നമ്മളും നമ്മുടേതായ രീതിയിൽ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന വാർത്തകളൊക്കെ ഫെയർവെൽ പാർട്ടിയൊക്കെ എങ്ങനെ അക്രമത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആഘോഷത്തിനുള്ള ഒരു അവസരം നിഷേധിക്കുന്നത്. പക്ഷേ വളരെ കരുതൽ വേണ്ട ഒരു സമയം എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ? ശ്രീജ, ഉച്ചയ്ക്ക് മുമ്പ് SSLC പരീക്ഷ, ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കും. വിദ്യാർത്ഥികൾ പുറത്തിറങ്ങും. സാധാരണയായി 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ശൈലിയാണ് മിക്ക വിദ്യാർത്ഥികൾക്കുമുള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു വലിയ ആത്മബന്ധമാണ് ഈ 10ാം ക്ലാസ് പരീക്ഷയോടെ അവിടെ നിന്ന് ഈ സ്കൂളുമായുള്ള ബന്ധം വിട പറഞ്ഞ് മറ്റൊരിടത്തേക്ക് പോകുന്ന തരത്തിൽ അത് വലിയൊരു കൂടിച്ചേരലായിയൊക്കെ മാറാറുണ്ട്, വലിയ ആഘോഷമായി മാറാറുണ്ട്. അതായിരുന്നു കേരളം ഇന്ന് വരെ കണ്ടിരുന്ന പതിവ്. പക്ഷേ ആ പതിവിന് വിപരീതമായ കാര്യങ്ങൾ ദൗർഭാഗ്യവശാൽ പലയിടങ്ങളിലും ഒരേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്കൂളുകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന സർക്കുലർ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായി മാറിയിരിക്കുന്നതും. ഈ സർക്കുലറിൽ എടുത്തു പറയുന്ന കാര്യം മാതാപിതാക്കൾ തന്നെ വിദ്യാർത്ഥികൾ വീടുകളിൽ തിരികെ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നാണ്. അധ്യാപകരുടെ മാത്രം ചുമതലയല്ലാതെ ഒരു തരത്തിലുള്ള ആഘോഷ പരിപാടികളും സ്കൂൾ പരിസരത്ത് ഇതുമായി ബന്ധപ്പെട്ട് അനുവദിക്കില്ല എന്ന കാര്യം കൂടി ഈ സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ അത് നിഷ്കർഷിക്കുന്നുണ്ട്. പോലീസിന്റെ ജാഗ്രത, പോലീസിന്റെ നിരീക്ഷണം സ്കൂളുകളുടെ പരിസരത്തുണ്ടാകും. കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായ ദാരുണമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് SSLC പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്ന അതിക്രൂരമായ മർദ്ദനത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം വലിയ തരത്തിൽ വിവാദമായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നതെന്ന് വേണം പറയാൻ. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സമാനമായ തരത്തിൽ ഈ അക്രമ സംഭവങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഇടയുണ്ട് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മുഴുവൻ പാർട്ടികളും ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ പൂർണ്ണമായി തന്നെ വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പായി ഈ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടെ നമുക്ക് ഏത് തരത്തിലായിരിക്കാം ഇതിനോട് അവരുടെ ഒരു പ്രതികരണമെന്ന് കൂടി അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കൈവിട്ട ചില കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ്. അതുകൊണ്ടാണ് സർക്കാരിനൊക്കെ ഇത്രയും കർശനമായി ഇടപെടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ആഘോഷമായി നമ്മൾ കാണാറില്ലേ, മഷിയൊക്കെ എറിഞ്ഞ് ഫുൾ മഷിയിലൊക്കെ മുങ്ങി ഇന്ന് വീട്ടിലേക്ക് ഒരു ഷർട്ടൊക്കെ ഓട്ടോഗ്രാഫാക്കി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ആഘോഷങ്ങൾക്ക് അല്പം നിയന്ത്രണം വേണ്ടി വരും. അത് നമ്മുടെ തന്നെ കുട്ടികൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയാണ്. മറ്റു